കൂത്തുപറമ്പിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയുടെ തോൽവിയിൽ ലീഗിൽ പൊട്ടിത്തെറി. പ്രാദേശിക നേതൃത്വത്തിനെതിരെ ലീഗ് പ്രവർത്തകർ തെരുവിലിറങ്ങി. മണ്ഡലം സെക്രട്ടറി ഷാഹുൽ ഹമീദിന്റെ കോലം കത്തിച്ചു. സന്തോഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സന്തോഷ്, പ്രധാനമായും പറയുന്നത് ഈ ഗ്രൂപ്പിസമാണ് തോൽവിക്ക് കാരണമെന്നാണ് ഈ ലീഗ് പ്രവർത്തകർ ഉന്നയിക്കുന്ന ആരോപണം. തീർച്ചയായും ഈ കൂത്തുപറമ്പിൽ UDF സ്ഥാനാർത്ഥി മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായ ജയന്തി രാജന്റെ തോൽവി വലിയ പൊട്ടിത്തെറിക്കാണ് ഇടയാക്കിയിട്ടുള്ളത്. സംസ്ഥാനത്ത് UDF തരംഗം ഉണ്ടായപ്പോഴും കൂത്തുപറമ്പിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായ ജയന്തി രാജൻ തോൽക്കുകയായിരുന്നു. ഈ കൂത്തുപറമ്പിൽ ഇത്തവണ UDF വിജയപ്രതീക്ഷ വച്ച് പുലർത്തിയ മണ്ഡലമാണ്. ജയന്തി രാജനെ തോൽപ്പിച്ചത് ഈ പ്രാദേശിക നേതാക്കളാണ് എന്നുള്ള വികാരമാണ് പ്രവർത്തകർ ഉന്നയിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെ നേതാക്കൾക്കെതിരെ തെരുവിലിറങ്ങുകയും പ്രതിഷേധ പ്രകടനം നടത്തുകയും മണ്ഡലം നേതാക്കന്മാരുടെ കോലം കത്തിക്കുകയും ചെയ്തു. ഈ കൂത്തുപറമ്പ് നിയമസഭാ മണ്ഡലത്തിന്റെ ഭാഗമായ പാനൂർ നഗരസഭയിൽ കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ കൂടുതൽ 1000-ലധികം വോട്ടുകൾ ഈ ജയന്തി രാജന് കുറഞ്ഞു. അതിന് പിന്നിൽ നേതൃത്വമാണ് എന്നുള്ള ആരോപണമാണ് ഈ പ്രവർത്തകർ ഉന്നയിക്കുന്നത്. ഇതിനെതിരെയാണ് പരസ്യ പ്രതിഷേധവുമായി ഈ മുസ്ലിം ലീഗ് പ്രവർത്തകർ രംഗത്തിറങ്ങിയത്. മുസ്ലിം ലീഗിന്റെ കൂത്തുപറമ്പ് മണ്ഡലം സെക്രട്ടറി ഷാഹുൽ ഹമീദിനെതിരെയായിരുന്നു പ്രധാനമായും പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളി. ഷാഹുൽ ഹമീദ് ലീഗ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണമാണ് ഇവർ ഉന്നയിക്കുന്നത്. ഏതായാലും വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് പാനൂർ മേഖലയിൽ മുസ്ലിം ലീഗ് നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് ശക്തമായ പ്രവർത്തകരുടെ ഈ പ്രതിഷേധത്തിലൂടെ മനസ്സിലാകുന്നത്.